ഈ അടുത്ത കാലം വരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ഇന്ത്യക്കെതിരെയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയുമൊക്കെ ചെയ്ത കാനഡയുടെ പ്രധാനമന്ത്രി ഇതാ രാജിവെക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനമാണ് രാജിവെക്കുന്നത്. അവിടെ ലിബറൽ പാർട്ടി നേതാവിൻ്റെ ആ സ്ഥാനം ഉള്ളവരാണ് സാധാരണഗതി പ്രധാനമന്ത്രിമാരായി വരുന്നത്. അദ്ദേഹം അത് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി ഗ്ലോബ് ആൻഡ് മെയിൽ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ മുൻപ് പാർട്ടിക്കുള്ളിൽ പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് ഖാലിസ്ഥാൻകാരുടെ പാർട്ടിയായ NDPയുടെ സഹായത്താൽ, അവർക്ക് 24 MPമാരുണ്ട് കാനഡയിൽ, അവരുടെ സഹായത്താലായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ കുറച്ചുനാൾ പിടിച്ചു നിന്ന്. ഇപ്പോൾ ഒടുവിൽ അവരും കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനമായി ഇന്ത്യയുടെ പേരിൽ ഒരു തെളിവ് പോലുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടുകൂടി അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉലച്ചു എന്ന ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ട്രൂഡോയ്ക്കെതിരെ ഒരു വികാരം നിലനിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന സർവേയിലെല്ലാം ജസ്റ്റിൻ ട്രൂഡോയുടെ നില വളരെ പരുങ്ങലിലായിരുന്നു. ഇപ്പോൾ ട്രംപ് കൂടി അധികാരമേൽക്കുമ്പോൾ ട്രൂഡോയാണ് കാനഡയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഒരുപക്ഷെ വളരെ ദയനീയമായി തന്നെ ട്രൂഡോയ്ക്ക് പുറത്തു പോകേണ്ടി വരും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നത്. ഏതായാലും അദ്ദേഹം താൽക്കാലികമായി പ്രധാനമന്ത്രിയായി തന്നെ തുടരും എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വിവരം കൂടി. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഒരു കെയർടേക്കർ പ്രധാനമന്ത്രി എന്ന നിലയിൽ ട്രൂഡോ തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുടരുമ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രിയുടെ യാതൊരുവിധ ഔദ്യോഗികമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പേരിനൊരു പ്രധാനമന്ത്രി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പുതിയ പ്രധാനമന്ത്രി വരും. ഏതായാലും ഇന്ത്യയെ ചൊറിഞ്ഞ് ഒടുവിൽ നാശമായി കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പോലും കൈവിട്ട് കൂടെ നിൽക്കുമെന്ന് കരുതിയ രാജ്യമായ അമേരിക്ക, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു തന്നെ അധികാരത്തിലെത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നാലുപാടും വളഞ്ഞു നിൽക്കുകയാണ് ശത്രുക്കൾ. അതായത് താൻ മുൻപ് പിണക്കി വിട്ടവരും വേദനിപ്പിച്ചവരുമൊക്കെ ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ട്രൂഡോയ്ക്ക് രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.